1885 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്ത്യക്കാർക്ക് സ്വന്തം ശബ്ദമുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആരും കേട്ടിരുന്നില്ല. വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ നേതാക്കൾ മാറ്റം ആഗ്രഹിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അസന്തോഷം വളർന്നു. അന്നാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം ഒരു പുതിയ ആശയം മുന്നോട്ടുവെച്ചത്. ഇന്ത്യൻ നേതാക്കളെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ യാത്ര തിരിച്ചു. 1885 ബോംബെ നഗരം ചരിത്രം സാക്ഷ്യം വഹിച്ചു. ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വലിയ സമ്മേളനം നടന്നു. ഇന്ത്യൻ നേതാക്കൾ ഒരുമിച്ച് ആദ്യമായി കൂടിച്ചേർന്നു. അവിടെ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ചത്. വോമേഷ് ചന്ദ്ര ബാനർജി ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിനായി ഒരുമിച്ച് പോരാടുമെന്ന് അവർ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ വാർത്ത ഇന്ത്യ മുഴുവൻ പടർന്നു. ജനങ്ങൾ കോൺഗ്രസിനെ പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണത്തിലെ അനീതികൾക്കെതിരെ അവർ ശബ്ദമുയർത്തി. ഇത് ബ്രിട്ടീഷുകാരെ ആശങ്കപ്പെടുത്താൻ തുടങ്ങി. യുവാക്കൾ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബാലഗംഗാധര തിലക് ജനങ്ങളിൽ ആവേശം നിറച്ചു. രാജ്യത്ത് പ്രതിഷേധങ്ങൾ ശക്തമായി. ബ്രിട്ടീഷുകാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അന്നാണ് ഗാന്ധിജി രംഗത്തെത്തിയത്. അഹിംസയുടെ വഴിയിലൂടെ അദ്ദേഹം ജനങ്ങളെ നയിച്ചു. കോൺഗ്രസ് ജനങ്ങളുടെ വലിയ പ്രസ്ഥാനമായി മാറി. സ്വാതന്ത്ര്യത്തിനായുള്ള രഹസ്യ ചർച്ചകൾ നടന്നു. ജവഹർലാൽ നെഹ്റു ജനങ്ങളുടെ പ്രതീക്ഷയായി മാറി. സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിന്റെ തീ കത്തിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യം മുഴുവൻ പടർന്നു. അനേകം നേതാക്കൾ ജയിലിലടയ്ക്കപ്പെട്ടു. എന്നാൽ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർന്നില്ല. ലോകമഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷ് ശക്തി ക്ഷയിച്ചു. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ നിമിഷം അടുത്തെത്തി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കോൺഗ്രസ് രാജ്യത്തിന്റെ പ്രധാന ശക്തിയായി മാറി. ഒരു ചെറിയ സംഘടന രാജ്യത്തിന്റെ ചരിത്രം മാറ്റി. കോൺഗ്രസിന്റെ ചരിത്രം ഇന്നും ഇന്ത്യയുടെ ഭാഗമാണ്. അവരുടെ പോരാട്ടം രാജ്യം ഒരുമിപ്പിച്ചു. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനനം. ഒരു ചെറിയ തുടക്കം, പിന്നീട് ഒരു രാജ്യത്തിന്റെ വിധി മാറ്റി. Some stories don't just create history, they create a nation.